ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വീക്കിൽ നമ്മൾ ഹത്തയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ വൈകുന്നേരം 4:15 ആയിട്ടുണ്ടായിരുന്നു. ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് വന്നിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായത്. ശരിക്കും നമ്മൾ പ്ലാൻ ചെയ്തിട്ടൊക്കെ പോകുന്നതാണെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ പോകാമായിരുന്നു. ഞാനും കുട്ടികളും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളത് പാക്ക് ചെയ്തിട്ടെടുത്തു. ഷെബിക്കാക്ക പിന്നെ വീട്ടിൽ നിന്ന് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ പിള്ളേർക്ക് ഫുഡ് കഴിക്കാൻ കുറേ ടൈം വേണം കേട്ടോ, 1 മണിക്കൂറോളം വേണം. അപ്പോൾ വെറുതെ ടൈം കളയണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബുഖാരി റൈസ് ആണ് കേട്ടോ ഞാനത് ഉണ്ടാക്കിയിട്ടുണ്ടായത്. നമ്മൾ ഇവിടുന്ന് അജ്മാനിന്ന് പോകുന്ന സമയത്ത് നമുക്ക് നല്ല ദൂരമുണ്ട് കേട്ടോ. നമ്മൾ 4:15 ഇവിടുന്ന് വിട്ടിട്ടുണ്ടായത്. പിന്നെ അവിടെ എത്തുന്ന സമയത്ത് 6:05 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം നമ്മൾ അവിടെ എത്താനായി കേട്ടോ. അപ്പോൾ അവിടെ എത്താനാവുമ്പോൾ കാണുന്ന ആ ഒരു വ്യൂ ആണ് ആ മലമുകളിൽ കാണുന്ന ഹത്താന്ന് എഴുതിയിട്ടുള്ള ആ ഒരു ലൈറ്റ്. പിന്നെ ഇപ്പൊ വിന്റർ ആയതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല തിരക്കും ഉണ്ട്. നമുക്ക് പാർക്കിംഗ് ഒക്കെ കിട്ടാൻ കുറച്ച് പണിയുണ്ടായിരുന്നു. ഇങ്ങോട്ടേക്ക് പോകുമ്പം ജാക്കറ്റ് മസ്റ്റ് ആയിട്ടും വേണം കേട്ടോ, കാരണം അത്രയും തണുപ്പാണ്. എന്താന്ന് വെച്ചാൽ മല ഏരിയ അല്ലേ, അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നല്ല തണുപ്പുണ്ടാവും. അങ്ങനെ പിന്നെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് നടക്കലാണ്. ഇവിടെ ഇപ്പോൾ ഹത്ത ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഡിസംബർ 13 സ്റ്റാർട്ട് ചെയ്തതാണ്. ഇനിയിപ്പോൾ ജനുവരി 12 വരെയാണ് ഈ ഒരു ഫെസ്റ്റിവൽ ഉണ്ടാവുക. ഇവിടെ ശരിക്കും പകൽ ടൈമിൽ വന്നിട്ടുണ്ടെങ്കിൽ നല്ല വ്യൂ കിട്ടുമായിരുന്നു ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ലേറ്റായിട്ട് വന്നുകൊണ്ട് തന്നെ മഗ്‌രിബിൻ്റെ ആ ഒരു ടൈമല്ലേ, അപ്പോൾ നല്ല ഡാർക്ക് ആയതുകൊണ്ട് ഫോട്ടോ ഒന്നും അത്ര വലിയ ക്ലിയർ ഇല്ല. പിന്നെ രാത്രിത്തെ വ്യൂ അടിപൊളിയാണ് കേട്ടോ, പക്ഷെ നമുക്ക് ഫോട്ടോസൊന്നും ക്ലിയർ ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. ഇവിടെ ഒരു ലൈക്കിൽ നമുക്ക് കായക്കിംഗ് ഒക്കെ ചെയ്യാം കേട്ടോ, പക്ഷെ അഡൾട്ട്സിന് മാത്രമേ ഉള്ളൂ, കുട്ടികളെ കയറ്റൂല. പിന്നെ നമ്മൾ കായക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ, കാരണം നമ്മൾ കയറുമ്പോൾ എന്തായാലും കുട്ടികൾക്കും കയറണം എന്ന് പറയും. അതുകൊണ്ട് പിന്നെ നമ്മളത് ഒഴിവാക്കി. ഇവിടെ ഇതാ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ. ആ ഒരു വിന്റർ തീമിൽ സ്നോ ബോളൊക്കെ ആക്കിയിട്ട്. പിന്നെ നമുക്ക് ഈ ഒരു പ്ലേ ഏരിയയുടെ അടുത്തായിട്ട് തന്നെ നമുക്ക് ബാർബിക്യൂ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അവിടെ ഒരു ഹൗസ് പോലെ ആക്കിയിട്ട് നമുക്ക് ബാർബിക്യൂ ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല വെടിക്കെട്ടും ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ആ ഒരു വെടിക്കെട്ടും കൂടെ കണ്ടിട്ട് നമ്മൾ പിന്നെ പോകലാന്ന്.
അങ്ങനെ പിന്നെ നമ്മളൊരു 9 മണി വരെ അവിടെ നിന്നിട്ടോ. പിന്നെ നമ്മൾ തിരിച്ച് വന്നു. കാരണം നമ്മൾ ബാർബിക്യൂ സെറ്റപ്പ് ഒന്നും ആയിട്ടൊന്നുമല്ല അങ്ങോട്ട് പോയിട്ടുണ്ടായത്. കാരണം പ്ലാൻ ഇല്ലാണ്ട് പോയതല്ലേ. എന്നിട്ടിപ്പോൾ നമ്മളിപ്പോൾ ഒരു ചായയും കുടിച്ചിട്ട് നേരെ ഫുജേറയിലേക്ക് പോകലാണ്. ഇന്ന് ഫുജേറയിലാണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അവിടെ പെങ്ങളെ വീടുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ നിൽക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഇന്ന് രാത്രിത്തെ ഫുഡ് കഴിക്കണമല്ലോ. അപ്പോൾ നമ്മൾ കോർണിഷിൽ പോയിട്ട് അവിടെ ബാർബിക്യൂ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ചിക്കനൊക്കെ അവർ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഇപ്പോൾ ഫുജേറയിൽ ലുലുവിൽ കയറിയിട്ടുള്ളത് കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട്. കുറച്ച് വെജിറ്റബിൾസ് വാങ്ങിയിട്ട് നമുക്ക് സലാഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഹമ്മൂസ്, മയോണൈസ് അങ്ങനെയുള്ള ഐറ്റംസ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വന്നിട്ടുണ്ടായത്. എന്നിട്ടിപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ കോർണിഷിലേക്ക് പോയിട്ടാ. നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും അവരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അവർ ചിക്കൻ ചൂടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ചിക്കൻ അവരൊരു അറബിക് ടൈപ്പിലുള്ളതാണ് കേട്ടോ ആക്കിയിട്ടുണ്ടായത്. കുറച്ച് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു ഗ്രേവി ടൈപ്പിൽ വരുന്നത്. അപ്പോൾ അതവിടെ ഫോയിലിൽ ചുറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് ഓംലെറ്റൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ചിക്കനൊക്കെ റെഡി ആയിട്ട് എല്ലാവരും കഴിക്കലാണ്. അപ്പോൾ ഒരു 12-12:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ടൈം. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ടൈം നമ്മൾ വർത്താനൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അതിന് ശേഷം പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.